കോട്ടയത്ത് നിന്ന് ഒരു അപകട വാർത്ത കൂടെ വരുന്നുണ്ട്. ഇന്ന് ഈ രാവിലെ കോട്ടയം MC റോഡ് കുറുവിലങ്ങാടാണ് ടൂറിസ്റ്റ് ബസ് മറിഞ്ഞ് അപകടമുണ്ടായത്. സനോജ് സുരേന്ദ്രൻ കൂടി ചേരുന്നുണ്ട്. സനോജ്, എങ്ങനെയാണ് അപകടമുണ്ടായത്? എന്താണ് അപകടത്തിന്റെ വിശദാംശങ്ങൾ? വിനിഷ, MC റോഡിൽ കുറവലങ്ങാട് ചീങ്കല്ലപ്പള്ളിക്ക് സമീപം ചീങ്കല്ലയിൽ പള്ളിക്ക് സമീപമാണ് പുലർച്ചെ 2 മണിയോടുകൂടി ബസ് അപകടത്തിൽപ്പെട്ടത്. വിനോദയാത്രയ്ക്ക് പോയ സംഘം സഞ്ചരിച്ച ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. തിരുവനന്തപുരത്തു നിന്നും ഇരിട്ടിയിലേക്ക് പോകും വഴിയായിരുന്നു അപകടത്തിൽ ഇരിട്ടി സ്വദേശിയായിട്ടുള്ള സന്ധ്യയാണ് മരണപ്പെട്ടിട്ടുള്ളത്. പുലർച്ചെ അതായത് തിരുവനന്തപുരത്തെ വിനോദസഞ്ചാര യാത്ര കഴിഞ്ഞ് നാട്ടിലേക്ക് മടങ്ങുമ്പോഴായിരുന്നു അപകടം. ഈ അപകടം സംഭവിച്ച സ്ഥലത്ത് കൊടും വളവാണ്. വളവ് തിരിഞ്ഞു വരുന്നതിനിടയിൽ നിയന്ത്രണം വിട്ട ബസ് ഇടതുവശത്തേക്ക് മറിയുകയായിരുന്നു. ഇടതുവശത്തേക്ക് മറിയുന്നതിനിടയിൽ ഇടതുവശത്തിരുന്ന യാത്രക്കാരായിട്ടുള്ള ആളുകൾക്കാണ് പരിക്കേൽക്കുകയും അതിൽ സന്ധ്യ മരണപ്പെടുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായത്. ഈ ബസ്സിൽ 49ഓളം ആളുകളാണ് ഉണ്ടായിരുന്നത്. ഇതിൽ 18ഓളം ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഗുരുതരമായി പരിക്കേറ്റവരെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. നിസാര പരിക്കേറ്റ ആളുകളെ അവിടെ തന്നെയുള്ള കുറവലങ്ങാട് തന്നെയുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിലാണ് പ്രവേശിച്ചിട്ടുള്ളത്. മറ്റ് പരിക്കേറ്റ ആളുകളുടെ അവസ്ഥയെക്കുറിച്ച് വലിയ ഗുരുതരാവസ്ഥ ഇല്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും സാരമായി പരിക്കേറ്റവർ ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണുള്ളത്. വിനിഷ, ശരി, ഇന്ന് രാവിലെ കോട്ടയത്ത് നടന്ന അപകടത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങളാണ് സനോജ് പങ്കുവച്ചത്.